എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. എൻ്റെ പേര് ജൂല. സ്ഥലം കണ്ണൂർ. ഏകദേശം 1 വർഷം മുൻപാണ് ഞാൻ മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങുന്നത്. അതിന് കാരണക്കാരിയായത് PMC ഗ്രൂപ്പിലെ മാസ്റ്റർ ഇന്ദുജിയാണ്, എൻ്റെ സുഹൃത്ത്. കുറച്ചധികം മനപ്രയാസം അനുഭവിച്ചിരുന്ന ഒരു സമയത്ത് എൻ്റെ ടെൻഷൻ എങ്ങനെ കുറക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചിരുന്ന ഒരു സമയത്ത് ഞാനത് ഇന്ദുജിയോട് പറയുകയും അപ്പോഴാണ് അവർ ഇങ്ങനെ ഒരു മെഡിറ്റേഷൻ ഗ്രൂപ്പുള്ളതിനെ പറ്റിയും കുറച്ച് കാലമായിട്ട് അവരതിൽ അംഗമാണ്, അതിൽ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് എന്നുള്ളതിനെ പറ്റിയൊക്കെ എന്നോട് പറഞ്ഞു തന്നത്. താല്പര്യമുണ്ടെങ്കിൽ ജോലിക്ക് അതിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ താല്പര്യത്തോടെ തന്നെ അതിൽ ജോയിൻ ചെയ്യാൻ സമ്മതിച്ചു. അങ്ങനെയാണ് ഞാൻ ഒരു മെഡിറ്റേഷൻ എന്ന ഒരു പ്രോസസ്സ് ആരംഭിക്കുന്നത്. അവിടെ ജോയിൻ ചെയ്ത് കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ എനിക്ക് കുറച്ചധികം മാറ്റങ്ങൾ ഫീൽ ചെയ്തു. കാരണം പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത്. പൊതുവേ ഞാൻ കുറച്ച് ക്ഷമാശീലമുള്ള കൂട്ടത്തിലായിരുന്നു. എങ്കിലും എൻ്റെ ചെറിയ മകനുണ്ടായതിന് ശേഷം അവൻ്റെ വികൃതികളും മറ്റുള്ള കുറേ കാര്യങ്ങളൊക്കെ കൂടെ വന്നപ്പോഴേ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരിക. കാരണമായിട്ട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനു വേണ്ടി ആലോചിച്ച് വിഷമിക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് പെട്ടെന്ന് തന്നെ മാറി വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ കുറച്ചുകൂടെ എൻ്റെ ഊർജ്ജസ്വലത കൂടിയതുപോലെയും പൊതുവെ ഒരു ഉന്മേഷം ഒക്കെ ആ സമയത്ത് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് 3-4 മാസങ്ങൾ കഴിഞ്ഞപ്പോഴേ എനിക്ക് പെട്ടെന്ന് മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വന്നു. സ്ഥിരമായിട്ട് ഈ ഗ്രൂപ്പിൽ വരാനുള്ള എൻ്റെ സമയത്തിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ കൊണ്ട് എനിക്കത് നിർത്തേണ്ടി വന്നു. ഏകദേശം ഒരു 6-7 മാസത്തോളം തന്നെ ഞാൻ ഗ്രൂപ്പിൽ വരാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. ഇടയ്ക്ക് ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കുറച്ച് സമയമൊക്കെ, പക്ഷേ എന്നാലും അതത്ര സക്സസ് ആവാറില്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും ഞാൻ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും കൃത്യമായി ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. കാരണം എനിക്കിപ്പോൾ കുറച്ചധികം മനപ്രയാസം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ, കാരണം വൈറ്റമിൻ ഡെഫിഷ്യൻസിയായിട്ട് ബന്ധപ്പെട്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അതിൻ്റെ കൂടെ വന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ടെൻഷൻ കാര്യങ്ങളൊക്കെ കൂടിയത് കൊണ്ട് എനിക്ക് അത് ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആവശ്യം കൂടെ ആയി മാറിയതുകൊണ്ട് ഇപ്പം ഞാൻ സമയം അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാണ്. കാരണം മെഡിറ്റേഷനിലൂടെ കിട്ടുന്ന ഒരു ഊർജ്ജവും റിലാക്സേഷനും അത് എത്രമാത്രം വലുതാണ് എന്നുള്ളത് എനിക്ക് ആദ്യമേ തന്നെ മനസ്സിലായിരുന്നു. അപ്പോൾ ഇനി സ്ഥിരമായിട്ട് ഈ മെഡിറ്റേഷൻ തുടരാനും ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഊർജ്ജത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും, പിന്നെ PMC എന്ന ഗ്രൂപ്പിൽ എൻ്റെ ഈ മെഡിറ്റേഷനിലെ ഗുരുവായിട്ട് ഞാൻ കാണുന്ന സുപ്രിയാജി അവർ പകർന്നു തരുന്ന അറിവുകൾ അതിലൂടെ കൂടുതൽ ജ്ഞാനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകാനും ജീവിതത്തിലെ നല്ല മാറ്റങ്ങളെ കൊണ്ടുവരാനും മെഡിറ്റേഷൻ എന്നെ സഹായിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അപ്പം അതിനുവേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും, ദൈവങ്ങൾക്കും ഗുരുക്കന്മാർക്കും എല്ലാ മാസ്റ്റേഴ്സിനും നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹം, നന്ദി.